തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ പൊട്ടിത്തെറി. കൌൺസിലർ ഉൾപ്പെടെ 4 പേർ രാജിവെച്ചു. 2 പേർ വിമതരായി മത്സരിക്കും. LDF-ലും ഭീഷണിയായി വിമത സ്ഥാനാർത്ഥിയുണ്ട്. കോട്ടപ്പുറം ഡിവിഷനിൽ പാർട്ടിക്കെതിരെ പ്രാദേശിക CPIM പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി വൈകിയാണ് കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവന്നത്. ഇന്ന് രാവിലെ രാജിയുടെ ഘോഷയാത്രയും തുടങ്ങി. ആദ്യ ഊഴം കുരിയച്ചിറ കൌൺസിലർ നിമ്മി റാപ്പായുടേതായിരുന്നു. രാജിവെച്ച് NCPയിൽ ചേർന്ന് ഒല്ലൂരിലെ LDF സ്ഥാനാർത്ഥിയായി. ഇത്രയും കാലം ഞാൻ പാർട്ടി പറയുന്ന എല്ലാ പരിപാടികൾക്കും അവരുടെ എല്ലാ സമ്മേളനങ്ങളായാലും ധർണയായാലും എല്ലാത്തിലും എൻ്റെ ഏത് ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് അതിൽ എന്നെ കാണാൻ പറ്റും. ഞാനൊരു സ്ത്രീ മാത്രമാണ് എല്ലാ പ്രോഗ്രാമിലും ഒല്ലൂര് പങ്കെടുക്കാറുള്ളത്. ആ ഒരു പ്രാതിനിധ്യം അവരെനിക്ക് തന്നില്ല. ഷോമി ഫ്രാൻസിസ്, ജോർജ് ചാണ്ടി, രവി താണിക്കൽ, രാജിക്കാരുടെയും വിമത സ്ഥാനാർത്ഥികളുടെയും നീണ്ട നിരയായിരുന്നു പിന്നീട് അങ്ങോട്ട്. തൃശൂർ കോർപ്പറേഷനും അസംബ്ലിയും പാർലമെന്റും ഇപ്പോൾ നിരന്തരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ രാജിവെക്കുന്നത്. മിഷൻ കോൺഗ്രസിൽ സ്വതന്ത്രമായി മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രാദേശിക വികാരം കണക്കിലെടുക്കുന്നില്ല. ഡിവിഷനിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കപ്പെടാണ്ട് പോണതാണ് ഇതിന്റെ പ്രശ്നം. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ രംഗത്തിറങ്ങുമ്പോഴാണ് കോൺഗ്രസിൽ വിമതശല്യവും തലപൊക്കുന്നത്. റിപ്പോർട്ടർ, തൃശൂർ.